എനിക്കറിയാതെ നീ വരുമെന്ന്. വേഗം വാ, പുറപ്പെടാം. ബോട്ട് റെഡിയാ. ആ ബോട്ടിൽ പുറപ്പെടുന്നത് നിന്റെ ശവമായിരിക്കും, സലീം മുബാറക്. സത്താർ, इधर इस हिंदुस्तान को इस्लाम का अपना देश बनाने के लिए हम पैसा दिए, उस पैसा लेकर तुम भागने का कोशिश किया साले। पकड़ो साले को। छोड़ दो मुझे, छोड़ो भाई साहब, मुझे छोड़ो। छोड़ दो मुझे भाई साहब, प्लीज छोड़ दो मुझे। छोड़ दो मुझे भाई साहब, भाई साहब मुझे माफ कीजिए, मैं आपको भय पड़ता हूँ भाई साहब। क्या सोचा तू हमारे बारे में है? तेरा साथी भागने का कोशिश किया तो दूसरे ने हमें कवर किया है? तू क्या सोचा हमारे हाथ से बच जाएगा है? साले सुनो, हमारे ऑर्गेनाइजेशन को दुनिया भर लिंक है, किधर भी जाएगा तो पकड़ जाएगा साले। ऐसा है हमारा ऑर्गेनाइजेशन का नेटवर्क। तू यहां से भाग सकता है, लेकिन एक बात याद रखना, तू यहां से जिंदा नहीं जाएगा, तेरा लाश जाएगा यहां से, समझा? എന്റെ പൊന്നു സാറേ, ഒരുപാട് പേര് ഇതുപോലെ ഇവിടുന്ന് കണ്ടെയ്നറും വാങ്ങി പോവാറുണ്ട്. അല്ലാതെ പോലീസുകാർ അന്വേഷിക്കുന്ന വിധത്തിലുള്ള ഒരിടപാട് ഇവിടെ നടക്കാറില്ല. മിസ്റ്റർ മേനോൻ സാർ, നോക്കിയേ, ഈ ഫോട്ടോയിലുള്ള ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇയാൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ബൾക്കായി കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഇയാളെ കണ്ടിട്ടേ ഇല്ല? ഇല്ല സാർ. ഇവരിൽ ആരെങ്കിലും ഇവിടെ വന്ന് പർച്ചേസ് നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഇയാള് പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് സാർ. ബഷീർ എന്നയാളുടെ പേര്. ഫോൺ ചെയ്ത് ചോദിച്ചാ കണ്ടെയ്നർ അയച്ചു തരുമെന്ന് ഇയാൾ ചോദിച്ചിരുന്നു. ഇനി ഇയാൾ ഇവിടെ വരികയോ വിളിക്കുകയോ ചെയ്താൽ അപ്പൊ ഞങ്ങൾ വിവരം അറിയിക്കണം. മേനോൻ സാർ. സർ, an important message from Kerala police. ഹലോ, സലീം മുബാറക്. 2 നാൾ മുമ്പ് കായൽക്കരയിൽ അടിഞ്ഞ ബോഡി അത്. SP ഓഫീസിൽ റോ കൈമാറിയ ഫോട്ടോസിൽ ഇയാളുടേതും ഉണ്ടായിരുന്നല്ലോ. തൽക്കാലം ഈ ബോഡി റോ തിരിച്ചറിഞ്ഞിട്ടില്ല. പകരം നാളത്തെ പത്രത്തിലും ലോക്കൽ ചാനലിലുമെല്ലാം ഇയാളുടെ ഫോട്ടോ സഹിതം ന്യൂസ് കൊടുക്കണം. അവകാശികൾ ആരെങ്കിലും വരുമെന്ന് നോക്കട്ടെ. അവകാശികളോ? അതെ. ഇന്റർനാഷണൽ ടെററിസ്റ്റ് സലീം മുബാറക്കിന്റെ മൃതദേഹം ഇവിടെ കായൽ തീരത്ത് അടിയണമെങ്കിൽ അയാൾ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടാവണം, നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവണം, പലരും കണ്ടിട്ടുമുണ്ടാവണം.
ആരെങ്കിലും ഇയാളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നാൽ ഈ ജീവൻ ഐസക്ക് അവിടെ നിന്ന് അങ്ങോട്ടൊരു വര വരയ്ക്കും. മിഷൻ 2009ലേക്ക്. എന്ത് പറ്റിയടോ? സ്റ്റേജ് കെട്ടുമ്പം തന്റെ ആശയങ്ങൾ കൂടെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് കൂടെ വന്നിട്ട് എന്തോ ഒരു മൂഡൗട്ട്. യുവർ ഐഡിയസ് ഗ്രേറ്റ്. ആ ചിന്തകൾക്ക് മുമ്പിൽ എൻ്റെ ആശയങ്ങൾക്ക് സ്ഥാനമില്ല. ഒരു മിനിറ്റ്. ഹലോ, എന്തായി? ഞാനിപ്പോൾ ആ ഗ്രൗണ്ടിലാണ്. സ്റ്റേജിൻ്റെ കാര്യങ്ങളും നമ്മുടെ മറ്റും പ്രോഗ്രാമിൽ മാറ്റമൊന്നുമില്ല. അത് നടന്നിരിക്കും. എനിക്കറിയാം. കൃത്യമായ സ്കെച്ചുകൾ ഒരിക്കൽ കൂടി തയ്യാറാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ. എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ? വാ നീ. വരാം. ഹേ, വാ, അവിടെ പ്ലാനിംഗ് ഒക്കെ നോക്കണം. വാ. ദാ, ഇവിടെയാണ് സ്റ്റേജ്. ഗ്രൗണ്ടിൽ നിന്ന് 10 അടി ഉയരത്തിൽ. എന്താ നോക്കുന്നേ? 15,000 സ്ക്വയർ ഫീറ്റ്. അച്ഛന്റെ മനസ്സ് തന്നെ മോൾക്കും അല്ലേ? ഇത് ഇങ്ങനെയൊക്കെ വരുമെന്ന് അവൻ വന്നു കയറിയ ദിവസം തന്നെ എനിക്കറിയായിരുന്നു. ഒപ്പനയും കിപ്പനയും മാത്രം പോരാ, നല്ല തമിഴ് പാട്ട് പാടി ആളുകൾ ഹരം കൊള്ളിക്കണം. പിന്നെ മറ്റേ പാട്ട് എന്തായാലും വേണം. ഡാഡി മമ്മി വീട്ടിലില്ലേ, അതിലേക്ക് താരമില്ല, ഇപ്പൊ വന്ന എന്തെങ്കിലും നടക്കുമാ. സീഡി കയ്യിലില്ലേ? തമിഴ് എല്ലാ ആയിട്ടുണ്ട് അതിന്റെ പാട്ട് ഇതിനകത്തുണ്ട്. ഓക്കെ ഓക്കെ. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനോട് പറയാതെ അങ്ങനെയൊന്നും ചെയ്യാനും പറ്റില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയുന്നതിന് അപ്പുറം അദ്ദേഹത്തിന് ഇല്ല. അതെ, ഒരേ പായലുണ്ട്, ഒരു പാത്രത്തിൽ ഉറങ്ങിയവരല്ലേ. വന്നപ്പോഴേ നമസ്കാരം തന്നതാണല്ലോ, ഇനി ഇതിന്റെ ആവശ്യമില്ല. പെൺകുട്ടികളാവുമ്പോൾ റെസ്പെക്ട് ഒക്കെ മനസ്സിന് മതി. എന്താ പോകുന്നത്? അവിടെ നിൽക്കാൻ. എനിക്ക് ഇനിയും നിർദ്ദേശങ്ങൾ തരാനുണ്ട്. എല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളൂ. ഈ പിള്ളേരെന്താ ഇങ്ങനെ? ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ വോട്ട് ചോദിക്കാനായിട്ട് കേറിയതാ. ഓട്ടോ? അതെ, അടുത്ത ആഴ്ചയിലെ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ബൈ ഇലക്ഷൻ. അതിന് ഇത് 7-ാം വാർഡല്ലേ? അതെ, 7 14 14-ാം വാർഡിലുള്ള 7 വന്നാല്. അപ്പോ എനിക്കതിന്റെ ഒരു... താങ്കളോട് മാന്യമായ ഭാഷയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. താങ്കൾ ഇരിക്കുന്ന കസേരയോടത്തിന് ബഹുമാനം കാണിക്കുന്നത് ഒരു ദൗർബല്യമായി കണക്കാക്കരുത്. അല്ല, വോട്ട്... അതാ പറഞ്ഞത്, വോട്ടൊക്കെ ഗേറ്റിന് പുറത്ത്. അത് പറ്റില്ല സാർ. ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ സാറിന്റെ കുടുംബത്തിന് വോട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ എല്ലാ വോട്ട് സാറിന് തന്നെ. ഉറപ്പാ? ഉറപ്പ്. നന്ദി മാഷേ, ഞാൻ മരിച്ചാലും മറക്കില്ല. അപ്പൊ ദിവാര മുഹമ്മദ് ഓ മോമാലി, നന്ദി മോളെ, നന്ദി. ഓ, എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ.